ഈ മലയാളി എന്ന് പറയുന്ന വൃത്തികെട്ടവന്റെ മനസ്സ് നന്നാക്കാതെ എന്തിനാ നിങ്ങൾ സത്യം പറയാൻ മടിക്കുന്നേ? ഇവന്റെയൊക്കെ മനസ്സൊന്നും മാറണം. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ്, എന്റെ സമൂഹത്തോട് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് ചിന്തിക്കാനുള്ള മാനസികം ഉണ്ടാവണം. അതിനുള്ള ട്രെയിനിങ് ഈ വൃത്തികെട്ടവന്മാർക്ക് കേരളത്തെ മുഴുവൻ ജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ഏറ്റവും വലിയ വിഷയം മേയറാണ്, അല്ലെങ്കിൽ നഗരസഭയാണ്. ഒരു 47 വയസ്സായ ഒരു ശുചീകരണ തൊഴിലാളി വീണ് മാലിന്യ കൂമ്പാരത്തിൽ വീണ് മരിക്കുന്നു. പക്ഷെ ആ സമയത്തും റെയിൽവേയെ കുറ്റപ്പെടുത്താനും റെയിൽവേക്ക് മേൽ പഴി ചാരാനും ഒക്കെയാണ് മേയറും നഗരസഭയും അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന പല മന്ത്രിമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആ ഒരു സമയത്ത് അത്തരം തമ്മിൽക്കല്ലിന്റെ ആവശ്യകതയുണ്ടോ? ഈ ഒരു പഴി റെയിൽവേയുടെ മുകളിലേക്ക് ചാർത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ് ഈ മേയർ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിലാണ് എനിക്ക് ഇതിനെ കാണുന്നത്. ഒരു കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ ഉണ്ടായ ചെളിയല്ല അവിടെ കുടിഞ്ഞുകൂടിയത്. വർഷങ്ങളായിട്ടുള്ള ചെളി കുടിഞ്ഞുകൂടി തടസ്സം വെള്ളത്തിന്റെ നീരൊഴുക്ക് തന്നെ തടസ്സപ്പെട്ടിരുന്നു എന്നതാണ് സത്യം. അപ്പൊ എന്തിന് ഒരു മേയറെ കുറ്റം പറയണം? എന്തിന് അല്ലെ ഒരു ഭരണകക്ഷിയെ കുറ്റം പറയണം? ഈ സമൂഹം മുഴുവൻ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന അഭിപ്രായക്കാരനായി. മാലിന്യം സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനും ഒക്കെ അവർക്ക് കടമകളുണ്ട്, അവകാശമുണ്ട്, അവർക്ക് ഡ്യൂട്ടിയുണ്ട്. പക്ഷെ അത് ചെയ്യാത്തവർ തെറ്റാണ് ചെയ്യുന്നത്. അത് തെറ്റ് തന്നെ. പക്ഷെ ഒരു മനുഷ്യനും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അതിനെ എങ്ങനെ വിലയിരുത്തണം എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? പരസ്പരം പഴിചാരിക്കൊണ്ട് നടന്ന കാര്യമല്ലോ ഉണ്ടോ? ആ പഴിചാരികൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ കുടുംബം രക്ഷപ്പെടും. ഇനി മേലിലെങ്കിലും ഈ കേരള സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു വൃത്തികെട്ട മരണം ഉണ്ടാകാൻ പാടില്ല. ദാരുണമായ വൃത്തികെട്ട മരണം ഞാൻ അറിയില്ലേ, ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അതിന് കുറ്റക്കാരെ നിശ്ചയിക്കുന്നതിന് പകരം അവിടെ എത്രയും വേഗം ശുചീകരണ പ്രവർത്തനം പൂർത്തീകരിച്ച് മേളിൽ പ്രത്യേകിച്ച് ആലോചിക്കണം. റെയിൽവേയുടെ കീഴവിടെ പോവാണ് ഒരു ടണല്. എന്തൊരു കഷ്ടകാലം ഇത്. അതവിടെ മാറ്റാൻ പറ്റുമെന്ന് റെയിൽവേക്കും ബുദ്ധിമുട്ടുണ്ട്. ടൗണില്ലേ, തിരുവനന്തപുരം സിറ്റിയല്ലേ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് എന്റെ അഭിപ്രായം. മൊത്തമായിട്ട് ഉദ്യോഗസ്ഥർ സെൻട്രൽ ഗവൺമെന്റിൽ ഇടപെട്ടുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെട്ട് നേരെ ഇങ്ങനൊരു ദുരൂഹ മരണം ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനം എടുത്തുകൊണ്ട് മുൻപോട്ട് പോകണമെന്ന് എനിക്ക് പറയാനുള്ളത്. ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എല്ലാവരും കുറ്റക്കാരും. നമ്മൾ മലയാളി സമൂഹം തന്നെ കുറ്റക്കാരാണ്. കാരണം വൃത്തി മെന ഐശ്വര്യം എന്നതിനെ പറ്റി അർത്ഥം അറിയാത്തവരാണ് നമ്മൾ. എന്ത് എവിടെ റോഡിന് മെയിൻ്റനൻസ് നടക്കുമ്പോ പോലും അതിന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. ഒരു ഓടയിലേക്ക് നമ്മുടെ എന്ത് സാധനം ഓടയിലോട്ടാണ് വലിച്ചെറിയുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു കുടുംബത്തിലെ വരുന്ന വേസ്റ്റ് എല്ലാം കൂടെ അടുത്ത തോടോ ആറുകൊണ്ട് അവിടെ കൊണ്ടുപോയിക്കും. ഞാൻ ഈ തിരുവനന്തപുരത്തിന് പോകുമ്പോൾ നമ്മുടെ ഈ ഫോറസ്റ്റ് ഏരിയയിൽ പോകാറുണ്ട്. അതിന്റെ ഫോറസ്റ്റ് ഏരിയ നടക്കാൻ പറ്റില്ല. മുഴുവൻ സൈഡിലും ഇതുപോലെ വേസ്റ്റ് കൊണ്ട് എറിഞ്ഞിരിക്കുക. ഈ മലയാളി എന്ന് പറയുന്ന വൃത്തികെട്ടവന്റെ മനസ്സ് നന്നാക്കാതെ എന്തിനാ നിങ്ങൾ സത്യം പറയാൻ മടിക്കുന്നേ? ഇവന്റെയൊക്കെ മനസ്സൊന്നും മാറണം. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ്, എന്റെ സമൂഹത്തോട് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് ചിന്തിക്കാനുള്ള മാനസികം ഉണ്ടാവണം. അതിനുള്ള ട്രെയിനിങ് ഈ വൃത്തികെട്ടവന്മാർക്ക് കേരളത്തെ മുഴുവൻ ജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ആ വലിയ മനുഷ്യൻ നമുക്ക് നഷ്ടപ്പെട്ടു. സത്യത്തെ എത്രയോ ദുഃഖകരമാണ്. വലിയ ദുഃഖവും വേദനയുണ്ട്. എല്ലാരും വേദന പങ്കുചേരുക. ഞാനും പങ്കുചേരുന്നു, വേദന പങ്കുചേരുന്നുണ്ട്. പക്ഷെ പങ്കുചേരം ഉണ്ടായില്ല. അതിന്റെ ഭാര്യയുണ്ട്. ആ കുടുംബത്തോട് നീതി ചെയ്യാനുള്ള ബാധ്യത സമൂഹം ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.